ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി അതിഷിയെ നിശ്ചയിച്ചതിന് പിന്നാലെ പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായി. അതിഷി ഡമ്മി മുഖ്യമന്ത്രിയാണെന്നും പാർലമെന്റ് ആക്രമണക്കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ രക്ഷിക്കാൻ അതിഷിയുടെ കുടുംബം ശ്രമിച്ചെന്നും ആരോപിച്ച് പാർട്ടിയിലെ മുതിർന്ന നേതാവും രാജ്യസഭാംഗവുമായ സ്വാതി മലിവാൾ രംഗത്തെത്തി. അതേസമയം സ്വാതി മലിവാളിന് നാണവും ധാർമ്മികതയും ഉണ്ടെങ്കിൽ രാജ്യസഭാംഗത്വം രാജിവെക്കണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. കേജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ജലവിതരണം, പൊതുമരാമത്തടക്കം കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു അതിഷി. ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി അതിഷിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനങ്ങളുമായി പാർട്ടിയിലെ തന്നെ മുതിർന്ന അംഗവും രാജ്യസഭാ പ്രതിനിധിയുമായ സ്വാതി മലിവാൾ രംഗത്തെത്തിയത്. ഡൽഹിയുടെ ഏറ്റവും ദുഃഖകരമായ ദിനമാണ് ഇന്നെന്നും അതിഷി ഡമ്മി മുഖ്യമന്ത്രിയാണെന്നും ഡൽഹിയെ ദൈവം രക്ഷിക്കട്ടെ എന്നും സ്വാതി മലിവാൾ പറഞ്ഞു. മാത്രമല്ല, പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ രക്ഷിക്കാൻ അതിഷിയുടെ कुटुंबम श्रमिचिरुन्नेन्नुम स्वाति मलिवाल आरोपिച്ചു. आज दिल्ली के लिए एक बहुत दुखद दिन है. आज दिल्ली की मुख्यमंत्री एक ऐसी महिला आतिशी मार्लेना जी बनने जा रही हैं, जिनके अपने परिवार ने आतंकवादी अफजल गुरु को फांसी की सजा से बचाने के लिए एक लंबी लड़ाई लड़ी. उनके अपने माता पिता ने कई बार राष्ट्रपति जी को मर्सी पिटिशंस, दया याचिकाएं भेजी कि अफजल गुरु को फांसी ना हो, कि अफजल गुरु निर्दोष है, कि अफजल गुरु सिर्फ एक राजनीतिक साजिश का शिकार बन गए. ये कितनी गलत बात है. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളിന്റെ PA മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് മർദ്ദിച്ചെന്ന കേസിനെ തുടർന്ന് സ്വാതി മലിവാൾ ആം ആദ്മി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അതേസമയം സ്വാതി മലിവാൾ രാജ്യസഭാ അംഗത്വം രാജിവെക്കാനുള്ള അന്തസ്സ് കാട്ടണമെന്ന് ആം ആദ്മി പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. അരവിന്ദ് കേജ്രിവാളിന്റെ മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തിക്കുമെന്നും ഡൽഹിക്ക് ഒരു മുഖ്യമന്ത്രി മാത്രമേ ഉണ്ടാകൂ എന്നും അത് കേജ്രിവാൾ തന്നെയായിരിക്കുമെന്നാണ് അതിഷി വ്യക്തമാക്കിയത്. ജനം, ഡൽഹി.